ഹായ്, സ്ട്രക്ചർ ഓഫ് ആറ്റം എക്സസൈസ് ക്വസ്റ്റ്യൻ്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2.29 യൂസിങ് SPD നൊട്ടേഷൻസ് ഡിസ്ക്രൈബ് ദ ഓർബിറ്റൽ വിത്ത് ദ ഫോളോവിങ് ക്വാണ്ടം നമ്പേഴ്സ്. തന്നിരിക്കുന്ന ക്വാണ്ടം നമ്പേഴ്സ് ചെക്ക് ചെയ്യാൻ നമുക്ക് അവർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അസിമുത്തൽ ക്വാണ്ടം നമ്പറും തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന രണ്ട് കേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏതാണ് നമ്മുടെ ഓർബിറ്റൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം. സോ ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന ആളെന്ന് പറയുന്നത് n=1 ആൻഡ് l=0 ആണ്. അപ്പം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ എൽ വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സബ്ഷെല്ലുകൾ പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്കത് അറിയുന്ന കാര്യമാണ്. സോ എൽ വാല്യൂ 0 ആണെങ്കിൽ അത് എസ് സബ്ഷെല്ലാണ്, 1 ആണെങ്കിൽ അത് പി ആണ്, ആൻഡ് 2 ആണെങ്കിൽ അത് ഡി ആണ്, 3 ആണെങ്കിൽ അത് എഫ് ആണ്, 4 ആണെങ്കിൽ അത് ജി ആണെന്നൊക്കെ നമ്മൾ എറ്റ്സെട്ര പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, സോ ഇവിടെ n=1ഉം l=0യും ആണ്. ഓക്കെ, സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് n=1 ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, 1 എന്ന് തന്നെ കൊടുക്കണം. ആൻഡ് l=0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റലാണ്. സോ നമുക്ക് എന്ത് പറയാം, 1s എന്ന് വിളിക്കാം. രണ്ടാമത്തത് ബി എന്ന് പറയുന്നത് ആരാടാ, ഇറ്റ് ഈസ് n=3 ആൻഡ് l=1. n=3 ആണെങ്കിൽ നമ്മൾ 3 തന്നെ കൊടുക്കണം, അത് തേർഡ് ഷെല്ലാണ്. l=1 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പി എന്ന് കൊടുക്കാം. സോ വിച്ച് ഈസ് 3p ഓർബിറ്റൽ. ആൻഡ് സി ക്വസ്റ്റ്യൻ ഇസ് n=4 ആൻഡ് l=2. സോ നമുക്ക് 4d എന്ന് കിട്ടും. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താ, ഡി ആണ് l=2 വരുന്ന ആൾ. നെക്സ്റ്റ് നമുക്കുള്ളത് ആരാടാ, n=4 ആൻഡ് l=3 ആണ്. സോ n=4 ആണെങ്കിൽ 4 തന്നെ, l=3 ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, എഫ് എന്ന് കൊടുക്കാം. സോ ഇറ്റ് ഈസ് എ 4 ഓഫ് ഓർബിറ്റൽ. ഓക്കെ, സോ ഈസ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ 2.30 എക്സ്പ്ലെയിൻ ഗിവിംഗ് റീസൺസ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സെറ്റ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആർ നോട്ട് പോസിബിൾ. തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സിൽ ഏതൊക്കെയോ ചില ആളുകൾ പോസിബിൾ അല്ല. അപ്പം അവരെന്തുകൊണ്ട് പോസിബിൾ അല്ല എന്നുള്ളതും അതാരൊക്കെയാണെന്നുള്ളതും നമ്മൾ കാണിച്ചു കൊടുക്കണം. നമുക്ക് ആദ്യം പറയേണ്ട കാര്യം, നമ്മൾ പഠിച്ച 4 ക്വാണ്ടം നമ്പേഴ്സിൻ്റെ പേരെന്തൊക്കെയാണെന്നാ, വിച്ച് വാസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, അപ്പോൾ ഈ 4 ക്വാണ്ടം നമ്പേഴ്സിൻ്റെയും ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? ഒന്ന്, n അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന ആളുടെ വാല്യൂ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, അഥവാ ഫസ്റ്റ് ഷെല്ലാണ് നമുക്കുണ്ടാവുക, 0th ഷെല്ല് ഉണ്ടാവത്തില്ല. ഓക്കെ, സോ 1, 2, 3, 4 എറ്റ്സെട്ര, അതങ്ങനെ ഇൻഫിനിറ്റി വരെ പോവാം. നെക്സ്റ്റ് l= അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ 0 എവിടം വരെ ഉണ്ടാവും, ടു n-1 വരെ, അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണോ അതിൽ നിന്നും ഒന്ന് കുറഞ്ഞ വാല്യൂ വരെ നമുക്കത് പോസിബിൾ ആണ്. നെക്സ്റ്റ് ml വാല്യൂ അഥവാ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൽ വാല്യൂ ഏതാണോ ലാസ്റ്റ് വന്നത് അതിൻ്റെ മൈനസ് മുതൽ അതിൻ്റെ പ്ലസ് വരെ, അഥവാ സപ്പോസ് അതിപ്പോൾ 1 ആണെങ്കിൽ -1 മുതൽ +1 വരെ. ഇവിടെ നമ്മൾ ജനറലി പറയുമ്പോൾ എന്താ പറയുക, -l മുതൽ +l വരെ. ഇനി സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് 2 സ്പിൻ മോഷൻസ് നമുക്ക് ഉണ്ടാവുക, ഏതൊരു ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മൾ എന്ത് വിളിക്കും അതിനെ, +12 അല്ലെങ്കിൽ നമുക്ക് ഏതുണ്ടാവും, -12 ഉണ്ടാവും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ബേസിക്സ് ആയിട്ട് പഠിക്കാനുള്ളത്, അറിഞ്ഞു വെക്കേണ്ട കാര്യം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ നമുക്ക് എ മുതൽ എഫ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു പോവാം. സോ ഫസ്റ്റ് വൺ എ നമുക്ക് നോക്കിയാൽ n=0 ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം n=1 ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ആൾ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ക്രോസ് മാർക്ക് ഇടുന്നു. സോ എ തെറ്റാണ്. ഇനി ബിൻ്റെ കേസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. n=1 ഓക്കെയാണ്, l=0 അതും ഓക്കെയാണ്, ml=0, ms=-12 അതെല്ലാം കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാം, ടിക്ക് മാർക്ക് കൊടുക്കാം. ബി നമുക്ക് ഓക്കെയാണ്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, n=1 ആണ്, ദെൻ l=1. l=1 പറ്റുമോ? ഇല്ല, n=1 ആണെങ്കിൽ l-ന് 0 മാത്രമേ പറ്റത്തുള്ളൂ. ശരി, സോ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി സി ക്വസ്റ്റ്യൻ തെറ്റാണ്. തെറ്റാവാൻ റീസൺ എന്താ നമ്മൾ പറഞ്ഞ്, l=1 പോസിബിൾ അല്ല,
L=0 മാത്രമേ പോസിബിൾ ആകത്തുള്ളൂ, കാരണം n വാല്യൂ 1 ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് സി ക്വസ്റ്റ്യൻ. n=2 ആണെങ്കിൽ L=1 വരാം, കുഴപ്പമില്ല, കാരണം നമ്മൾ n വാല്യൂവിനേക്കാളും 1 കുറഞ്ഞ വാല്യൂ വരെ L വാല്യൂസ് പോസിബിൾ ആണ്. ആൻഡ് ml 0 പറ്റും, ms -12 പറ്റും, കുഴപ്പമൊന്നുമില്ല. സോ അത് നമുക്ക് ശരിയായിട്ടുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് നമ്പറാണ് അല്ലേ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ഡി ഓക്കെ ആണ്. നെക്സ്റ്റ് നമുക്കുള്ളത് ആരാടാ, n=3 ആൻഡ് L=3. n 3 ആണെങ്കിൽ L3 പറ്റില്ലല്ലോ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് തെറ്റാണ്. നെക്സ്റ്റ് എഫ് ക്വസ്റ്റ്യൻ എന്താടാ, എഫിൽ n=3 ആണെങ്കിൽ L=1 പറ്റും. ഏതൊക്കെ പറ്റും 3 ആണെങ്കിൽ? 0, 1, 2 വരെ പറ്റും അല്ലേ, തന്നിരിക്കുന്ന 1 അല്ലേ, പോസിബിൾ ആണ്. ml 0 ആണ്, ms +12 ആണ്. സോ നമുക്കതിലുള്ള എല്ലാ ആളുകളെയും പോസിബിൾ ആണ്, അതുകൊണ്ട് ടിക്ക് മാർക്ക് കൊടുക്കാം. തന്നിരിക്കുന്ന 3 പേര് പോസിബിൾ ആണ്, 3 പേര് പോസിബിൾ അല്ല. റീസൺസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.31. ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം മേ ഹാവ് ദ ഫോളോവിങ് ക്വാണ്ടം നമ്പേഴ്സ്? താഴെ തന്നിരിക്കുന്ന ക്വാണ്ടം നമ്പേഴ്സിൽ ഉള്ള എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ക്വാണ്ടം നമ്പർ പോസിബിൾ ആയിട്ടുള്ള എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആരാടാ, n=4ഉം ms=−12ഉം. എന്ന് വെച്ചാൽ ഫോർത്ത് ഷെല്ലിൽ -12 എന്ന് പറയുന്ന സ്പിൻ ക്വാണ്ടം നമ്പർ ഉള്ള എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ ഫോർത്ത് ഷെല്ലിൽ മൊത്തം എത്ര പേരുണ്ടാവും നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്തായാലും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ, ഒരു ഷെല്ലിനകത്ത് ഉള്ള മൊത്തം ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് 2n². അതിൽ n എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പറാണ്. ഇവിടെ നമുക്ക് n=4 തന്നിട്ടില്ലേ, സോ നമുക്ക് എന്തെഴുതാം, 2 × 4². 4ൻ്റെ സ്ക്വയർ എത്രടാ, 16 അല്ലേ. സോ 2 × 16 വിച്ച് മീൻസ് 32 ഇലക്ട്രോൺസ് അവിടെ പോസിബിൾ ആണ്. അപ്പോൾ 32 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോൺസിൽ പകുതി പേർക്ക് +12 ആയിരിക്കും, പകുതി പേർക്ക് -12 ആയിരിക്കും. അതിനർത്ഥം ഈ 32ൽ 16 പേർക്ക് +12 ആയിരിക്കും, ബാക്കി 16 പേർക്ക് -12 ആയിരിക്കും. നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -12 ഉള്ള ആളുടെ കേസല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, -12ൽ 16 പേരുണ്ട്. സോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമ്മുടെ ആൻസർ, 16 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് പോവാം, സെക്കൻഡ് ക്വസ്റ്റ്യൻ ബിയിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബിയിൽ എന്താ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കാടാ, n=3ഉം L=0 അല്ലേ. n=3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഷെല്ലാണ്. L=0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അത് s ഓർബിറ്റലാണ്. വിച്ച് മീൻസ് ആ പറഞ്ഞിരിക്കുന്ന ആളെന്ന് പറയുന്നത് ആരാണ്, ഇറ്റ് ഈസ് 3s ഓർബിറ്റൽ. നമുക്കറിയാം സബ് ഷെല്ലിൽ s ആണെന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് അല്ലേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണം കിട്ടിയില്ലേ, 2 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ള ചോദ്യം 2.32. അവർ പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് സർക്കംഫറൻസ് ഓഫ് ദ ബോർ ഓർബിറ്റ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ഈസ് ആൻ integral multiple of the de Broglie wavelength associated with the electron revolving around the orbit. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പറഞ്ഞത് ബോറിൻ്റെ ഓർബിറ്റിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഡി ബ്രോയി വേവ് ലെങ്ത്തിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കണം. ഓക്കെ, നമുക്കിതിലെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്, ഒന്നങ്ങോട്ട് കമ്പൈൻ ചെയ്താൽ മതി. എടാ നമ്മൾ പഠിച്ചൊരു കാര്യമില്ലേ, ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സിൽ നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റം L = nh/2π എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഥവാ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ് ഈസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്ന് പഠിച്ചത് ഓർമ്മയില്ലേ? അപ്പോൾ അത് നമുക്ക് എടുക്കണം ഒന്ന്. നെക്സ്റ്റ് നിങ്ങൾ ഫിസിക്സിലും പഠിച്ചൊരു കാര്യമാണ്, നമ്മുടെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് +1 ഫിസിക്സിൽ. എന്താ പഠിച്ചത് നിങ്ങൾ, ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു mvr അഥവാ മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസ്. സോ നമുക്ക് ഞാനിവിടെ എന്ത് എഴുതാണ്, m × v × r = nh/2π എന്ന് എഴുതി വെക്കുകയാണ്. അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് അവർ പറഞ്ഞ മറ്റൊരു ആളാരാടാ, ഡി ബ്രോയി വേവ് ലെങ്ത് ആണ്. നിങ്ങളൊരു ഡി ബ്രോയി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ഇക്വേഷൻ, λ = h/mv. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ mv എന്ന് പറയുന്ന ആൾ ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുവാണ്.
കേട്ടോ. അപ്പോൾ എങ്ങനെ വരും എനിക്ക് ഇക്വേഷൻ? ഇറ്റ് ഈസ് എം വി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എന്ന് വരും. അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, എനിക്ക് ഈ ഇക്വേഷനിലുള്ള എം വി കാണുന്നില്ലേ നിങ്ങൾ, അതേപോലെ ഇവിടെയും ഈ ഇക്വേഷനിൽ ആരെ കാണാം? എം വിയെ കാണാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇവിടെ ഈ എം വിക്ക് പകരം ഞാനതാ എച്ച് ബൈ ലാംഡ കൊടുക്കുക. കാരണം എനിക്ക് ഇവിടെ എന്തുണ്ട്? എം വി ഈക്വൾ ടു എച്ച് ബൈ ലാംഡ അല്ലേ. അപ്പോൾ അതാ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇവിടെയുള്ള ആളെ പിടിച്ച് മാറ്റാൻ പോവാം. സോ ഈ എം വിക്ക് പകരം ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്താടാ? എച്ച് ബൈ ലാംഡ. പിന്നെ ഇവിടെ ഓൾറെഡി ആരുണ്ട്? ഈ പറയുന്ന ആറുണ്ട്. സോ ആറ് അവിടെ നിൽക്കട്ടെ. ഇനി ഇപ്പുറത്ത് ആരുണ്ട്? എൻ എച്ച് ബൈ 2π ഉണ്ട്. നമുക്കറിയാം ഇക്വേഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരുണ്ട്? എച്ച് ഉണ്ട്, അഥവാ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഉണ്ട്. സോ ഇത് ഇവനും ചത്തുപോകും, ശരിയല്ലേ? ദെൻ നമുക്ക് ബാക്കിയുള്ള സാധനത്തിൽ നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യം, ഈ 2πനെ ഞാൻ പിടിച്ച് ഇങ്ങോട്ട് ഇടുവാണ്, ആൻഡ് ലാംഡയെ പിടിച്ച് ഞാൻ അപ്പുറത്തേക്കും കൊടുക്കുകയാണ്. ശരി, അപ്പോൾ നമുക്ക് എന്ത് വരും നോക്കാം. റെഡി? സോ ചെയ്യാൻ പോകുന്ന കാര്യം, 2πr ഈസ് ഈക്വൽ ടു എൻ ലാംഡ എന്നെനിക്ക് കിട്ടും. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. എടാ 2πr എന്ന് പറഞ്ഞാൽ എന്താ? അതിനെയല്ലേ നമ്മൾ സർക്കംഫറൻസ് എന്ന് വിളിക്കുന്നത്. 2πr ഇസ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. അപ്പം നിങ്ങൾക്കറിയാം ബോർ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കുലാർ പാത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2πr ഇസ് സർക്കംഫറൻസ്. അതെന്തിന് ഈക്വലാണ്? എൻ ലാംഡയ്ക്ക് ഈക്വലാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ്സ് ആൻ ഇൻറ്റിജർ ആണല്ലേ, മൾട്ടിപ്ലൈ ആയിട്ടാണ് വരിക. അപ്പം ലാംഡയുടെ മൾട്ടിപ്പിൾസ് അഥവാ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിളാണ് നമ്മൾ എന്ത് ചെയ്തു? പ്രൂഫ് ചെയ്തു. ഓക്കെ, സോ ദാറ്റ്സ് ഡൺ. നെക്സ്റ്റ് നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.33. വാട്ട് ട്രാൻസിഷൻ ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം would have the same wavelength as the Balmer's transition n equal to 4 to n equal to 2 of helium plus spectrum. അപ്പോൾ ഹീലിയം പ്ലസ് സ്പെക്ട്രത്തിലെ ബാൽമർ ട്രാൻസിഷൻ്റെ സമയത്ത് n ഈക്വൽ ടു 4 എന്ന് n ഈക്വൽ ടു നടക്കാൻ വിചാരിച്ചു. ആ സമയത്ത് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ്റെ അതേ വേവ് ലെങ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഏത് ട്രാൻസിഷൻ നടക്കണം? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എടാ, നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ അല്ലായിരുന്നു? എന്താ ഇക്വേഷൻ പഠിച്ചേ? ഇറ്റ് ഈസ് ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ which is equal to RH into Z square into 1/n1 square minus 1/n2 square. നമുക്കിതാണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ, ആൻഡ് വി കോൾ ഇറ്റ് ആസ് റിഡ്ബർഗ് ഇക്വേഷൻ, ആൻഡ് RH ഈസ് ദ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്. അതവിടെ നിൽക്കട്ടെ. സോ ഇവിടുന്ന് ഞാൻ തന്നിരിക്കുന്ന കേസിൽ നമുക്ക് n ഈക്വൽ ടു 4ഉം n ഈക്വൽ ടു 2 ഉണ്ട്, അഥവാ n ഈക്വൽ ടു 4ൽ നിന്ന് n ഈക്വൽ ടു 2ലേക്കാണ് ട്രാൻസിഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ വിളിക്കുക? എവിടെ നിന്നാണോ വന്നത് അതിനെ n2 എന്നും, എവിടേക്കാണോ വന്നത് അതിനെ n1 എന്നും അല്ലേ വിളിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് അത് നേരെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? 1/λ ഇസ് ഈക്വൽ ടു RH ഇൻറ്റു, പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന ആളെന്ന് പറയുന്നത് ഹീലിയം പ്ലസ് ആണ്, ഹീലിയമാണ്. സോ ദ അറ്റോമിക് നമ്പർ ഓഫ് ഹീലിയം ഇസ് 2. സോ സെറ്റ് സ്ക്വയറോട് എന്ത് ചെയ്യണം? നമ്മൾ 2 സ്ക്വയർ കൊടുക്കണം. 2 സ്ക്വയർ എത്രയാടാ? അത് 4 അല്ലേ. സോ RH ഇൻറ്റു 4 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻറ്റു 1/n1 സ്ക്വയർ. n1 എത്രയാ? 2 ആണ്. n2 എത്രയാ? 4 ആണ്. നേരെ നമ്മൾ കൊടുക്കുന്നു. സോ 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, ആൻഡ് 1/n2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ എത്രയാണ് വരിക? 16 വരും. ഓക്കെ, നമ്മളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ 1 × 16, അത് 16 വരും. ദെൻ 1 × 4 4 വരും. സോ 16ൽ നിന്ന് 4 കുറച്ച് എത്ര വരിക? 12 അല്ലേ വരിക. നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, RH ഇൻറ്റു 4 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 16. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ആളുകൾ ക്യാൻസൽ ആക്കിക്കൂടെ? 4ഉം 4ഉം ക്യാൻസലാവും. ദെൻ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4 × 3 ആണ്. 16 എന്ന് പറഞ്ഞാൽ 4 × 4 അല്ലേ. അപ്പോൾ അതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയുള്ള ആളുകളെ 4നെയും കട്ട് ചെയ്തൂടെ. സോ ഫൈനലി എനിക്ക് എന്താ കിട്ടുക? RH ഇൻറ്റു 3/4 എന്ന് കിട്ടും. ശരി, സോ ഇവിടെ 1/λ എന്ന് പറയുന്നത് എത്രയാണ്? RH ഇൻറ്റു 3/4 ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വരും നോക്കാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ കൊടുക്കാം. 1/λ ഇസ് ഈക്വൽ ടു RH ഇൻറ്റു Z സ്ക്വയർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ തന്നെ കൊടുത്തു.
നമുക്കറിയാം ഹൈഡ്രജൻ അല്ലേ, സോ സെറ്റിക്കുള്ള എത്ര വരിക 1 ആണ് വരിക. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/λ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1² മൈനസ് 1/n2². അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇതിൽ 1/λ എന്ന് പറഞ്ഞാൽ ഇതാണ്. തൊട്ടപ്പുറത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന 1/λ എന്ന് പറഞ്ഞാൽ RH ഇൻറ്റു 3/4 ഈക്വലാണ്. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനെ ഈക്വേറ്റ് ചെയ്യാം. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? സെയിം വേവ് ലെങ്ത് കിട്ടണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെയിം വേവ് ലെങ്ത് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഈക്വേറ്റ് ചെയ്താൽ പോരെ. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കിട്ടിയ 1/λ എത്രയെന്നടാ? ദാറ്റ് വാസ് RH ഇൻറ്റു 3/4. സോ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന കാര്യം ഇസ് ഈക്വൽ ടു RH ഇൻറ്റു 3/4 ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ്, ഇനി നേരത്തെ ഇപ്പം നമ്മുടെ കേസിലുള്ളത് ആരാടാ? ഇറ്റ് ഈസ് RH ഇൻറ്റു 1/n1² മൈനസ് 1/n2² അല്ലേ? അത് ഇപ്പുറത്ത് എഴുതാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് RH ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഒബ്വിയസ്ലി RHും RHും കോൺസ്റ്റൻസ് ആണ്, ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താടാ? 1/n1² മൈനസ് 1/n2² ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 3/4 കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ n1ന് ഏത് വാല്യൂ കൊടുത്താൽ, n2ന് ഏത് വാല്യൂ കൊടുത്താൽ നമുക്കിവിടെ 3/4 കിട്ടും. നോക്കിയാൽ പോരെ. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ നമ്മൾ n1ൻ്റെ വാല്യൂ 1ഉം n2ൻ്റെ വാല്യൂ 2ഉം കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 3/4 കിട്ടുള്ളൂ. അതിനർത്ഥം ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ n2വിൽ നിന്ന്, അഥവാ n ഈക്വൽ ടു 2വിൽ നിന്ന് n ഈക്വൽ ടു 1ലേക്ക് നടക്കുന്ന ട്രാൻസിഷൻ്റെ സമയത്താണ് നമുക്ക് അതേ വേവ് ലെങ്ത് ലഭിക്കുക, അല്ലെങ്കിൽ ആ സെയിം വേവ് റേഡിയേഷൻ അവിടെ എമിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ദാ നോക്കിക്കട, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ n1ന് ഞാൻ 1 എന്ന് കൊടുത്തു, n2ന് ഞാൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക നോക്കാം. സോ 1/n1² മൈനസ് 1/n2² അല്ലേ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാ നോക്കിക്കോളൂ, ഇവിടെ 1/1² മൈനസ് 1/2 എത്രടാ? 4 അല്ലേ? സോ on cross multiplication we will get 4 minus 1/4 which is 3/4. കിട്ടിയില്ലേ? സോ ദിസ് ഇസ് ദ കേസ്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇതിൻ്റെ പല വേരിയേഷൻസ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത് എൻട്രൻസിനും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്, മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.